ഹായ്, വെൽക്കം ടു പഠിക്കാൻ രസിക്കാൻ യൂട്യൂബ് ചാനൽ. 5ാം ക്ലാസ്സുകാരുടെ കേരള പാഠാവലിയിലെ ഒരു വർക്ക്ഷീറ്റാണ്. അപ്പോൾ ഇന്ന് പുതിയൊരു കവിതയാണ്, ഭൂമി സനാഥയാണ് എന്നുള്ളൊരു കവിതയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്ന് നോക്കാം. പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു, ആദിയിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ, കാലത്തിൻ്റെ ശിരസിലിരുന്നൊരു പേലിത്തിരുമുടി പോലെ, സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി, നക്ഷത്രക്കതിർ നട്ടു വളർത്തിയൊരക്ഷയ പാത്രവുമായി, പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. അതായത് പ്രപഞ്ചത്തിൻ്റെ ഗോപുരവാതിൽ തുറന്നാണ് ആ മനുഷ്യൻ വന്നത്. പണ്ട് ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു നാദതരംഗത്തിൻ്റെ താളം പോലെയാണ് ഭൂമി വന്നപ്പോഴും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു അക്ഷയപാത്രം കേട്ട്, അതായത് ഭൂമിക്ക് എത്രമാത്രം പ്രതീക്ഷയൊക്കെ നൽകുന്ന ഒരു അക്ഷയപാത്രവുമായിട്ടൊക്കെയാണ് മനുഷ്യൻ വരുന്നത് എന്നുള്ളതാണ് കവി പറയുന്നത്. വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു. കയ്യിലൊന്നുമില്ലാതെ, സ്വീകരിക്കാൻ ഒന്നുമില്ലാതെയാണ് വിശ്വമാകുന്ന പ്രകൃതി നിന്നത്. അന്നു മനുഷ്യൻ തീർത്തു ഭൂമിയിൽ 1000 ഉജ്ജ്വല ശില്പങ്ങൾ, അളകാപുരികൾ, മധുരാപുരികൾ, കലയുടെ അമരാവതികൾ, അഷ്ടൈശ്വര്യ സമൃദ്ധികൾ ചൂടി അനശ്വരയായി ഭൂമി, സങ്കല്പത്തിന് ചിറകുകൾ കിട്ടി സനാഥയായി ഭൂമി. അപ്പോൾ ഭൂമിയിലേക്ക് മനുഷ്യൻ വരുന്ന സമയത്ത് ഭൂമി അനാഥമായിരുന്നു. അപ്പോഴാണ് മനുഷ്യൻ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെ വന്നത്? വെറുതെ അല്ല, മനുഷ്യൻ വന്നിട്ട് ഒരുപാട് ശില്പങ്ങളൊക്കെ ഭൂമിയിലുണ്ടാക്കി. പിന്നെ അളകാപുരി, മധുരാപുരി, അതുപോലെ അമരാവതി തുടങ്ങിയ നഗരങ്ങളൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമി അനശ്വരയായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമി ഒരു സനാഥിയായി എന്ന് പറഞ്ഞാൽ എന്താ? അനാഥയ്ക്ക് ഓപ്പോസിറ്റാണ് സനാഥ. അനാഥ എന്ന് പറഞ്ഞാൽ എന്താ? ആരുമില്ലാത്തത്. അപ്പോഴാണ് ഭൂമിയിലേക്ക് മനുഷ്യനൊക്കെ വന്ന് ഇത്രയും ഐശ്വര്യങ്ങളൊക്കെ സൃഷ്ടിച്ചത്. ഇനി നെക്സ്റ്റാണ്, മണ്ണിലെ ജീവിത ഗനികളിൽ മുഴുവൻ പൊന്നു വിളഞ്ഞതു കാണുകെ. അതായത് ഭൂമിയിൽ ഒരുപാട് മനുഷ്യനൊക്കെ വന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ സൂര്യൻ കോപം കൊണ്ട് ജ്വലിച്ചു. സൂര്യന് ഭയങ്കര ദേഷ്യം വന്നു. ശുക്രന് കണ്ണു ചുവന്നു. സൂര്യനും ശുക്രനൊന്നും ഈ മാറ്റങ്ങളൊന്നും ഉണ്ടായത് ഇഷ്ടപ്പെട്ടില്ല. ഭൂമിയെ ഒന്ന് വലം വച്ചൊരുനാൾ പൂന്തിങ്കൾക്കല പാടി. പക്ഷേ ആർക്ക് ഇഷ്ടപ്പെട്ടു? പൂന്തിങ്കൾക്കല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. ചന്ദ്രൻ എന്തു പറഞ്ഞു? പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കൽ ഇവിടെ കൂടി. അതായത് ഭൂമിയിൽ ഇത്തരം ഐശ്വര്യങ്ങളൊക്കെ സൃഷ്ടിച്ച മനുഷ്യനെ ചന്ദ്രനിലേക്കും കൂടി പറഞ്ഞയക്കാനാണ് ആര് പറഞ്ഞത്? ചന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ വയലാർ രാമവർമ്മയുടെ കവിതയാണിത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കാം. ഇന്ന് പറഞ്ഞ വർക്ക് ഇതാണ്. മനുഷ്യൻ കടന്നു വന്നപ്പോൾ വെറും കൈയോടെ വിരുന്ന് നൽകാൻ നിന്നത് ആര്? വിശ്വപ്രകൃതി. അനാദിയായിരുന്ന ഭൂമി മനുഷ്യൻ വന്നതോടെ എങ്ങനെയായി തീർന്നു? സനാഥയായി തീർന്നു. അതായത് അനാദിയല്ലാതായി മാറി. സൂര്യൻ കോപം കൊണ്ട് ജ്വലിച്ചത് എന്തുകൊണ്ടാണ്? തന്നെ ചുറ്റി സഞ്ചരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഭൂമിയുടെ ജീവിതഗനികളിൽ മനുഷ്യൻ വന്നതോടെ പൊന്നു വിളഞ്ഞത് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് സൂര്യന് കോപം വന്നത്. പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കൽ ഇവിടെ കൂടിയെന്ന് പറഞ്ഞതാരാ? ലാസ്റ്റത്തെ വരിയിൽ പൂന്തിങ്കൾ കല എന്ന് പറയണില്ലേ? പൂന്തിങ്കൾ കല എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. മനുഷ്യൻ്റെ വരവോടുകൂടി ഭൂമിയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? മനുഷ്യനെത്തിയതോടുകൂടി ഭൂമിയിൽ ഉജ്ജ്വലങ്ങളായ ശില്പങ്ങൾ ഉണ്ടായി. അളകയും മധുരയും പോലുള്ള നഗരങ്ങൾ സൃഷ്ടിച്ചു. കലകൾ കേളിയാടുന്ന സ്വർഗനഗരിയായ അമരാവതി ജനിച്ചു. അങ്ങനെ അഷ്ടൈശ്വര്യങ്ങളും നേടി ഭൂമി അനശ്വരിയായി തീർന്നു. ഭൂമിയുടെ സങ്കല്പത്തിന് ഉയരാൻ ശേഷിയുള്ള ചിറകുകൾ ലഭിച്ച് സനാഥിയായി തീർന്നു. പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു വന്ന മനുഷ്യൻ എങ്ങനെയെല്ലാമാണ് വന്നത്? ഉൽപ്പത്തി സമയത്ത് ഉണ്ടായ നാദതരംഗം പോലെയും കാലത്തിൻ്റെ ശിരസിലിരുന്ന പേലിത്തിരുമുടി പോലെയുമാണ് മനുഷ്യൻ വന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വർക്ക്ഷീറ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു.